എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഒരു തരത്തിലും ചേരാൻ പാടില്ലാത്ത ബന്ധങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴും അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ നമ്മൾക്ക് നാശമായി വരുമ്പോഴും നമുക്കത് ആ ബന്ധത്തെ നമുക്ക് പിരിച്ച് അല്ലെങ്കിൽ അകന്നു കളയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഒഴിവാക്കി കളയേണ്ടതായിട്ടുള്ള പല സാഹചര്യങ്ങളും വരും. ഇപ്പോൾ നമുക്ക് അനുയോജ്യമല്ലാത്ത പ്രണയബന്ധങ്ങൾ നമ്മുടെ മക്കൾക്കോ കുടുംബപരമായിട്ടോ വരിക, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തന്നെ മറ്റുള്ള ഒരു സുഹൃത്തുമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയാനും, അതുപോലെ തന്നെ ചില കൂട്ടുകെട്ടുകൾ കൊണ്ട് തന്നെ ദുർവിചാര ദുർവികാര ദുർമോഹ ദുരാഗ്രഹങ്ങളിലൂടെ സ്വഭാവത്തിന് ദൂഷ്യങ്ങൾ വരുന്ന പല കൂട്ടുകെട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് പറഞ്ഞുകൊണ്ട് പിരിക്കാൻ പറ്റാതെ വരികയും ഇവര് മറ്റൊരു മോശമായ രീതിയിലേക്ക് വളർന്നു വരികയും ചെയ്യുമ്പോൾ ഇവരെ മാന്ത്രികപരമായിട്ടുള്ള പല മാർഗത്തിലൂടെയും ഇവരെ ഒഴിവാക്കി കളയാൻ സാധിക്കും. ആ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത് ആണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പഠിപ്പ് വളരെയധികം ഉണ്ടായിട്ടും വിവരമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം പഠിപ്പും വിവരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം മാർക്കുകളെ കൊണ്ട് നോക്കുമ്പോൾ ലോകത്തുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ചെയ്യുന്നതൊക്കെ ഭൂലോക മണ്ടത്തരായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്താ വെച്ചാൽ പ്രണയങ്ങൾ ഒന്നാമത്തെ കാര്യം. നല്ല എത്ര ഇഷ്ടങ്ങൾ വന്നാലും അല്ല കാര്യങ്ങൾ വന്നാലും ഒരു കൂറപ്പെണ്ണിനോ കൂറച്ചെക്കിനോ അല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിനോ മറ്റൊരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചേരുമ്പോൾ ആ കുടുംബത്തിനും തലമുറയ്ക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്കും തന്നെ ദോഷമാണ് എന്ന് തിരിച്ചറിയാനുള്ളത് ആ വ്യക്തിക്ക് കഴിയാത്തൊരു കാലഘട്ടങ്ങളിലാണ് ഈ പ്രണയം എന്ന് പറഞ്ഞത് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള നിലനിൽപ്പുകളെ അറിവുള്ള വീട്ടുകാർ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവര് ജീവിതം പരാജയമാകും, എൻ്റെ മകൻ്റെ ഭാവി നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ മകളുടെ ഭാവി നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വമേധയാൽ ഭാവി നഷ്ടപ്പെടും എന്നൊക്കെ നമ്മളെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ബന്ധത്തെ അകറ്റിക്കളയേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കി കളയേണ്ടത് അല്ലെങ്കിൽ പിരിയേണ്ടത് നമുക്ക് അത്യാവശ്യമായി വരും. എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടൊന്നും ഒരു തരത്തിലും ഉൾക്കൊള്ളാനുള്ള ഒരു സാധ്യതയില്ലാത്ത കാര്യമാണ് ഈ പ്രണയവും സൗഹൃദങ്ങളൊക്കെ. അത് പരസ്പരം എന്തെങ്കിലുമൊക്കെ അവരിൽ തന്നെ വിരോധങ്ങൾ വന്നിട്ട് വൈരുദ്ധ്യമായി വന്നിട്ട് അല്ലെങ്കിൽ ദേഷ്യമായിട്ട് അകന്നു പോയെങ്കിൽ മാത്രമാണ് ഇത് രക്ഷപ്പെടുള്ളൂ. ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് വിരോധം തോന്നിക്കഴിഞ്ഞാൽ മറ്റേ വ്യക്തി ഇവർക്കെതിരെ ഇവർ ഒരുമിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അപവാദമാക്കി മാറ്റി നാണം കെടുത്തും. രണ്ടു പേരും സ്വമേധയാൽ തന്നെ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു വിദ്വേഷണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിരിയാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അകന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രപ്രയോഗ വിധിയാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം നമുക്ക് എഫക്റ്റീവാണ്. അങ്ങനെ വന്നാൽ നമ്മൾ ഈ രണ്ടു പേരും ചവിട്ടിയിട്ടുള്ള ആ നിലത്ത് ഇപ്പം ചെരുപ്പിടാതെ നിൽക്കുന്ന സ്ഥലത്ത് ചവിട്ടിയ മണ്ണും ഈ രണ്ടു പേരുടെയും ഈ മണ്ണും കൂടിയിട്ട് നമ്മൾ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം എന്ത് വേണം, നമ്മൾ ഇവർ തന്നെ ചവിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വിതറണം. ഈ വിതറിക്കഴിഞ്ഞാൽ അവരതിൽ കൂടെ സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് മാനസികപരമായ വിദ്വേഷണം ഉണ്ടാവും. ഇതാണ് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഏതോ നാട്ടിലുള്ള ഒരാളാണെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ഇതിൻ്റെ അടിയിൽ കരിങ്കല്ലോ വെള്ളാറം കല്ലിലോ ജപിച്ചതിന് ശേഷം ഇവർ കിടക്കുന്ന ബെഡിൻ്റെ ഒക്കെ അടിയിൽ കൊണ്ടുവച്ചാലും ഇപ്പോൾ ഒരു പെണ്ണ് വിദേശത്തും അല്ലെങ്കിൽ ആണ് വിദേശത്തും ഒരാൾ നാട്ടിലേ ഉള്ളൂ വെച്ചെങ്കിൽ ഇവരെ കണ്ടെത്തി മണ്ണെടുക്കാനൊന്നും ഒരു തരത്തിലും സാധ്യതയില്ലെങ്കിൽ ഈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ കാര്യം. ഒരു കല്ല് ചെറിയ ഒരു വെള്ളാറം കല്ലിലോ കരിങ്കല്ലിലോ ഈ മന്ത്രം ഈ പറഞ്ഞ പോലെ ജപിച്ച് ഇവർ കിടക്കുന്ന ബെഡിൻ്റെയോ പായയുടെ അടിയിൽ വെച്ച് കഴിഞ്ഞാലും ഇവർക്ക് മാനസികപരമായിട്ട് വിദ്വേഷണം വരും. അതാണ് ഈ എളുപ്പമായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ചില പ്രയോഗങ്ങളൊക്കെ സഡൻ ആക്ഷൻ ഫലമായിരിക്കും, ചെയ്യാൻ തീരെ പറ്റില്ല. കാരണം അടുപ്പിൽ കുഴിച്ചിടുക, അമ്മിക്കല്ലിൻ്റെ അടിയിൽ വെക്കുക, അങ്ങനെ തറയുടെ അടിയിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറ്റാത്തതാണ്. കാരണം അടുപ്പെല്ലാവർക്കും പുകയുള്ള അടുപ്പുകളും കാര്യങ്ങളും ഇതൊക്കെയാണ്, അത് അടുപ്പായിട്ടില്ല. പിന്നെ അങ്ങനെ അമ്മിക്കല്ലാണെങ്കിൽ സിമെൻ്റ് ഇട്ട് പോയിന്റ് അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മന്ത്രം ഇതാണ്: ഓം ശ്ലീം
എന്ന് പറഞ്ഞതിന് ശേഷം ഇവർ രണ്ടാളെ പേര് പറയുക. പേര് പറഞ്ഞിട്ട് പരസ്പര പിരിയ നശി നശി എന്ന് മാത്രമേ പറയുള്ളൂ. ഓം ശ്ലീം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പേരുകൾ പറഞ്ഞിട്ട് പരസ്പരം പിരിയ നശി നശി എന്ന് മാത്രം. ഓം ശ്ലീം പിരിയ നശി നശി, ഓം ശ്ലീം പിരിയ നശി നശി എന്നാണ്. പക്ഷെ ഈ പിരിയയുടെ മുന്നേ ഓം ശ്ലീം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പേര് പറഞ്ഞിട്ട് പരസ്പര പിരിയ നശി നശി. അതാണ് ഈ ഇത്രയും കാര്യമുള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിലൊരു വൈബുണ്ട്. ഈ വൈബ് ഉണ്ടാവുന്നത് ആ ഒരു ഒട്ടിപ്പിടിച്ച ആ സ്നേഹത്തിന് വിള്ളലുണ്ടാവും. ഈ വിള്ളൽ നമുക്ക് പല തരത്തിലും, ഭർത്താവ് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഭാര്യ മറ്റൊരാളായിട്ട് ബന്ധമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ മേലിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ രണ്ടു പേരും ചവിട്ടി നിൽക്കുന്ന മണ്ണെടുത്തുകൊണ്ടും ഇത് ജപിച്ചിട്ട് ഈ നടക്കുന്ന ഭാഗത്ത് വിതറിക്കഴിഞ്ഞാൽ ഇവർ ഒരു തരത്തിലും പിന്നെ യോജിക്കില്ല. പിന്നെ ഈ സ്നേഹത്തിൻ്റെ ഇടയിൽ കാര്യമായൊരു വിള്ളൽ വന്ന് അകന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാളും രണ്ട് വഴിക്ക് പുതിയ സ്നേഹം, പുതിയ ബന്ധങ്ങളായി. ഇപ്പോൾ ഈ സുഹൃത്തുക്കളെ തന്നെ നമുക്ക് വേണ്ട തരത്തിൽ, ഇപ്പോൾ ഉള്ള നാട്ടിലുള്ളതൊന്നും പോരാണ്ട് ഇപ്പോൾ പുതിയ പുതിയ സുഹൃത്തുക്കളെ കിട്ടാൻ ആപ്പ് വരണ്ട്. ഇപ്പോൾ മൊബൈലിലൊക്കെ ആകെ പരസ്യമാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ കിട്ടാൻ വേണ്ടി ആപ്പുണ്ട്. നല്ല നല്ല സുഹൃത്തുക്കളെ നാട്ടിൽ നിന്ന് കൂടെ നടക്കുന്നവരും കണ്ടവരും ജനിച്ച കാലം മുതൽ കണ്ടു തുടങ്ങിയവരൊക്കെ ആയിട്ട് നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ തന്നെ ഒരുപാട് വഞ്ചനയും ചതിയും തട്ടിപ്പും തരികടയും ആയിട്ട് നമുക്ക് ഒരാളെ വീട്ടിലേക്കോ കുടുംബത്തിലേക്കോ നമുക്ക് അങ്ങോട്ടോ ചെല്ലാൻ പറ്റാത്ത തരത്തിലുള്ള ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ ആപ്പ് വഴി നമ്മൾ സുഹൃത്തുക്കളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഈ ആപ്പിലത്തെ ആൾക്കാർ തന്നെ പറഞ്ഞു തരുന്നു വിചാരിക്കുക. പക്ഷേ ഈ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്ത് കാര്യവും അവനവൻ്റെ ജീവിതത്തിനും കുടുംബത്തിനും തകർച്ചയും ഉണ്ടാവുന്ന തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്ന് മാത്രമല്ല, ആരോഗ്യം, മാനസികം, ശാരീരികം, സാമ്പത്തികം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് തന്നെ പതനമുണ്ടാവുന്ന തരത്തിലാണ് പല പല ബന്ധങ്ങളും ഇന്ന് കണ്ടുവരുന്നത്. പറയാൻ കാരണം എല്ലാവരും ചതിയിൽ കുടുങ്ങിയതിന് ശേഷം, ആപത്തിൽപ്പെട്ടതിന് ശേഷം, നഷ്ടങ്ങൾ വന്നിട്ട് എന്തെങ്കിലും മാർഗം പരിഹാരത്തിന് വേണ്ടി നമ്മളെ വിളിക്കുന്നതിൻ്റെ എണ്ണം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടി. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.